അസിഡിക് മീഡിയത്തിൽ സൃഷ്ടി നടക്കില്ല. ഭൂമി ഒരു കാലത്ത് നമ്മുടെ സമുദ്രം മുഴുവൻ ആസിഡ് സൂപ്പായിരുന്നു, ഭൂമിയുടെ ആദ്യകാലം. പതുക്കെ 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 അതൊരു മഴ പെയ്ത് അതിൻ്റെ pH കറക്റ്റായി വന്നപ്പോഴാണ് ഏകകോശ ജീവി ജന്മം എടുത്ത. അതേ പ്രോസസ്സാണ് മനുഷ്യരിലും. നിങ്ങളുടെ ബോഡി അസിഡിക്കാണെങ്കിൽ സൃഷ്ടി നടക്കില്ല. ഒരു കുഴപ്പമില്ലാത്തവർ വന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, ഭർത്താവിന് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, പക്ഷേ കുട്ടികളുണ്ടാവണില്ല. മിയർ കുക്കുംബറും കൊടുത്ത് എള്ളും കൊടുത്ത് ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ കുട്ടികളായി. അസിഡിറ്റി മാറ്റി ജീവൻ്റെ ആധാരം ഫോസ്ഫറസാണ്. ഇപ്പോൾ ഫോസ്ഫറസ് കളഞ്ഞുള്ളത് എള്ളാണ്. അതുകൊണ്ടാണ് പുത്രകാമേഷ്ടി യാഗത്തിന് എള്ള് നിവേദ്യമാണ് 41 ദിവസം കൊടുക്കുന്നത്. ഇത് വീട്ടിലിരുന്ന് കഴിച്ചാലും മതി. മനസ്സിലായില്ലേ? പുത്രകാമേഷ്ടി യാഗത്തിൽ എള്ളവർ വറുത്താ കൊടുക്കണേ, ശരിക്കും ജീവനോടെ കൊടുക്കണം. അത് ഒരു ജീവനിൽ നിന്ന് മറ്റൊരു ജീവന് പുനർജനിക്കാൻ പറ്റും. അതിൻ്റെ പിന്തുടർച്ച അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ മുഴുവൻ വേവിച്ച ഭക്ഷണമാണ് കഴിക്കണേ. അപ്പോൾ കുട്ടികളെങ്ങനെ ഉണ്ടാകും? ഇതിൻ്റെ പിന്തുടർച്ച, ഈ ജീവൻ്റെ പിന്തുടർച്ച കൊണ്ടുപോകണ്ടേ? പിന്തുടർച്ച കൊണ്ടുപോകണമെങ്കിൽ ഒരു ജീവനുള്ള ഭക്ഷണത്തിൽ നിന്നേ പറ്റുള്ളൂ. ഇപ്പം ജീവനുള്ള ഭക്ഷണം കൂടുതൽ കഴിപ്പിക്കുക, അതല്ല വേറെ കാര്യമൊന്നുമില്ല. ഫോസ്ഫറസും ആഡ് ചെയ്യും, pH കറക്റ്റ് ചെയ്യും. ഇതിനാണ് കറക്റ്റ് ചെയ്യുമ്പോൾ കുട്ടികളുണ്ടാവും. ഒരുമാതിരിപ്പെട്ട കേസുകളെല്ലാം ആയിട്ടുണ്ട്. എൻ്റെ അടുക്കെ വന്നിട്ടുള്ള മിക്കവാറും എല്ലാ കേസും സക്സസ് ആയിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കുക. ബേസിക് അത് അതിൻ്റെ ആ മണ്ണ് എന്ന് പറയുന്ന ഒരുങ്ങണ്ടേ. കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ മണ്ണൊരുങ്ങുന്ന പോലെ തന്നെ ബോഡിയുടെ കണ്ടീഷൻ അത് pH ആണ്. അത് മണ്ണിനും മനുഷ്യനും ഒന്നാണ്. മണ്ണിൻ്റെ pH കറക്റ്റ് ആയാലേ അവിടെ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ. അതേമാതിരി തന്നെയാണ് മനുഷ്യൻ്റെ രക്തത്തിൻ്റെ pH കറക്റ്റ് ചെയ്യണം. മജ്ജയുടെ pH കൂടി കറക്റ്റ് ചെയ്യേണ്ടി വരും. അനുകൂല സാഹചര്യം ഇല്ലെങ്കിൽ സൃഷ്ടി നടക്കില്ല. അഥവാ സൃഷ്ടി നടന്നാൽ തന്നെ അത് അബോർഷനായി പോകും. രണ്ടുപേർക്കും കൊടുക്കും, ഒരുമിച്ചാണ് കൊടുക്കുക, ഒരുമിച്ച്. പിന്നെ ചിലർക്ക് മുളപ്പിച്ച ചെറുപയറും കഴിക്കാൻ പറയും, ജീവനോടെ കഴിക്കാനായിട്ട്. അത് വേവിക്കരുത്. ഒരു 4 സ്പൂൺ വീതം രണ്ടുപേരും മുളപ്പിച്ച ചെറുപയറും കഴിച്ചോളാൻ പറയും. എള്ള് മുളപ്പിക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിച്ചോളാൻ പറയും. പിന്നെ കുക്കുംബർ ജ്യൂസ്, അവക്കാഡോയും കഴിപ്പിക്കും. പരമാവധി അവക്കാഡോയും കഴിക്കാൻ പറയും. അപ്പോൾ അത് കുട്ടികളുണ്ടാകുന്ന ഉള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാനേ പറ്റൂ. നമ്മൾ ഇതിന് ഒരു കാരണക്കാരനായും പ്രേരണ നൽകുന്ന ആൾ പിന്നിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം ഒരുക്കി കൊടുത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രേരകനും കാരകനുമായി പിന്നിൽ നിന്നുകൊണ്ട് സൃഷ്ടിയെക്കൊണ്ട് സൃഷ്ടി നടത്തുക, അത് ജീവൻ്റെ സ്വഭാവമാണ്. ജീവൻ്റെ ഒരു സ്വഭാവം അതാണ്. സൃഷ്ടിയെ കൊണ്ടേ നടത്തുള്ളൂ, നേരിട്ട് സൃഷ്ടി നടത്തില്ല. അനന്തര തലമുറയെ സൃഷ്ടിക്കുന്നത് നിലവിലുള്ള സൃഷ്ടിയെ കൊണ്ടാണ് സൃഷ്ടി നടത്തിക്കുക. അതിൻ്റെ ഒരു പിന്തുടർച്ച ആ വഴിക്കാണ്, കൈവഴിക്കാണ് മാറി വരുന്നത്. അതിനുള്ള സാഹചര്യം എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പ്രകൃതി വേറെ എന്തോ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ആ പിന്തുടർച്ച മുറിയാൻ സമ്മതിക്കില്ല പ്രകൃതി. മനസ്സിലായില്ലേ? പിന്തുടർച്ച മുറിയാതിരിക്കാനുള്ള എല്ലാ നടപടികളും പ്രകൃതി എടുത്തിരിക്കും. പിന്നെ ഏതെങ്കിലും കാരണവശാൽ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക റീസൺസ് എന്തെങ്കിലും ഉണ്ടാകും, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും പ്രകൃതിക്ക്. ആ കാലഘട്ടത്തിൽ ആ സൃഷ്ടിയുടെ ഉദ്ദേശം അതായിരിക്കും. അതായത് ഒരു പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിക്ക് ഒരു അഭിലാഷമുണ്ട്. ആ അഭിലാഷം നടപ്പിലാക്കാനാണ് ഇന്ന് കാണുന്ന സകല സൃഷ്ടികൾ, മനുഷ്യരും ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഗ്രഹങ്ങളും എല്ലാം. അതിൻ്റെ അഭിലാഷം നടപ്പിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അഭിലാഷം എന്ന് പറയുന്നത് ആനന്ദമാണ്. ഈശ്വരൻ്റെ അഭിലാഷം ആനന്ദമാണ് എന്ന് പറയാൻ കാരണം അതാണ്. അഭിലാഷം ആനന്ദമാണ്. അപ്പോൾ നമുക്ക് ആനന്ദം കിട്ടുമ്പോൾ നമ്മളുടെ ഈശ്വരീയ ചൈതന്യം വിടർന്നു, നമുക്ക് ആനന്ദത്തോടെ ആകി കഴിയുമ്പോൾ. അപ്പോൾ ആനന്ദത്തിലെത്താനായിരിക്കണം എല്ലാ കർമ്മങ്ങളും ആനന്ദത്തിലേക്ക് എത്താനുള്ള ഒരു 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 വഴിയാകണം. അത് വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയനിസം എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോണ കൊണ്ടാണ് ഇക്കോളജിയിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഇല്ല. ഇക്കോളജിയിൽ അതില്ല.
ഇക്കോളജി അതിൻ്റെ എവല്യൂഷൻ പ്രോസസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണെന്ന് നോക്കും. അത് കാരണം ഞങ്ങളെന്ത് ചെയ്യും, മീൻ കഴിച്ചോളാൻ പറയും. മീൻ കഴിച്ചോളാൻ കഴിഞ്ഞാൽ ഇത് പ്രകൃതി ചികിത്സയ്ക്ക് എതിരാണ്, ആയുർവേദത്തിന് ചില മരുന്നുകൾക്കെതിരാണ്. മീൻ കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പാല് കുടിക്കണുണ്ടോ? ഉണ്ട്. പാല് വെജിറ്റേറിയൻ ആണോ? ആണ്. അതെങ്ങനെ വെജിറ്റേറിയൻ ആകുക? പാലെങ്ങനെയാണ് വെജിറ്റേറിയൻ ആകുക? ഒരു പശുവിൽ നിന്നും വരുന്ന പ്രോട്ടീൻ ഫാറ്റല്ലേ അത്? ആണ്. അതെങ്ങനെ വെജിറ്റേറിയൻ ആകുക? അപ്പോൾ അത് വെജിറ്റേറിയൻ അല്ല. നിങ്ങൾ പാല് കുടിച്ചുകൊണ്ട് വെജിറ്റേറിയൻ ആണെന്ന് പറയരുത്. അത് സംഭവിച്ചു. ഞാൻ നിങ്ങൾ തൈര് കഴിക്കുമോ? കഴിക്കും. ഒരു മൈക്രോസ്കോപ്പ് വെച്ച് തൈരൊന്ന് പരിശോധിച്ച്, മുഴുവൻ ഓർഗാനിസം, മുഴുവൻ സൂക്ഷ്മജീവികളല്ലേ, ബാക്ടീരിയ അല്ലേ അത്? നിങ്ങൾ വാരി കഴിക്കണ മുഴുവൻ ബാക്ടീരിയ അല്ലേ കഴിക്കണേ? ഒരു ജീവിയെ കഴിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുക? അപ്പോൾ ആ വെജിറ്റേറിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമില്ല. അപ്പോൾ ചിലർ ചോദിക്കും, സസ്യത്തിന് ജീവനില്ലേ? ഉണ്ട്. പിന്നെ നിങ്ങൾ കഴിക്കണേ എങ്ങനെയാണ്? അതിനെ കൊന്നല്ലേ തിന്നണേ? അപ്പോൾ എങ്ങനെയാണ് കഴിക്കണേ? അപ്പോൾ അതിന് മറുപടിയില്ല. ഈ വെജിറ്റേറിയനിൽ മറുപടിയില്ല. അതേസമയം ഇക്കോളജിയിൽ വരുമ്പോൾ നിങ്ങളൊരു ഒരു ഒരു മാങ്ങ കഴിക്കുന്നു, മാങ്ങയെ കഴിക്കുള്ളൂ, അണ്ടി കഴിക്കരുത്. അതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു ഡൊണേഷനാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അതിൻ്റെ അണ്ടി എടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കശു മാങ്ങയുടെ അണ്ടി നിങ്ങൾ വറുത്ത് തിന്നുന്നു, അതാണ് തെറ്റ്. കശു മാങ്ങ തിന്നാൻ, അണ്ടി വറുത്ത് തിന്നാൻ പറഞ്ഞിട്ടില്ല. തിന്നാതിരിക്കാൻ അതിന് ചൊന വെച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായ പൊള്ളിപ്പോകും. കാരണം ആ അണ്ടി അതിൻ്റെ പ്രൊട്ടക്ഷൻ മെഷർ മുഴുവൻ എടുത്തിട്ടുണ്ട്, സകല സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതാണ് റിയൽ ഫുഡ്. ഒരു നേരിട്ട് കഴിക്കാൻ പറ്റുന്നതും വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതുമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റാണ്. ഇക്കോളജി അതാണ് സമ്മതിക്കുള്ളൂ. അതൊന്ന് കഴിച്ചു നോക്കിക്കേ, ഒരു മാസം ഒന്ന് കഴിച്ചു നോക്കിക്കേ. കഴിക്കുന്നതിന് മുമ്പ് ബോഡി കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ പ്രഷർ, കൊളസ്ട്രോള്, എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്തു. ഒരു മാസം ഈ പറയുന്ന രീതിയിൽ ഡയറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു, നോർമലായിരിക്കും. സാധനങ്ങളെല്ലാം നോർമലായിരിക്കും. കാരണം ഇക്കോളജി ശാസ്ത്രം പറയുന്ന അതാണ് പറയുക, നിങ്ങളുടെ ഇക്കോളജിക്കൽ ഇൻബാലൻസ് ആണ് ഡിസീസ്. രോഗം എന്നുള്ളത്, ഡിസീസ് എന്ന രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റിപ്പോയിരിക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് താളം തെറ്റിയിരിക്കുന്നു. അതാണ് ഈ രോഗം എന്ന് പറയുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ഇതിനെ താളത്തിലാക്കലാണ്. നിങ്ങളുടെ സന്തുലിതാവസ്ഥ താളത്തിലാക്കുക, ഇത് താളത്തിലാക്കുന്നതാണ് ഈ ചികിത്സ എന്ന് പറയുന്നത്. അത് ആരാണോ പുറമേ നിന്നും ചെയ്യുന്നത്, ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്, അവനാണ് ചികിത്സകൻ. അവനാണ് ചികിത്സകൻ എന്ന് പറയുന്നത്. എന്താണ് ശാസ്ത്രീയ ചികിത്സ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഉണ്ടായ രോഗത്തെ മാറ്റണം, രോഗകാരണത്തെ മാറ്റണം, മേലിൽ അതേ രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനം ചെയ്യണം. ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നാൽ നമ്മൾ ഹോമിയോ മരുന്നോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ രണ്ടാമത് വരില്ലല്ലോ അത്. അതായത് അവിടെ പ്രതിരോധ സംവിധാനം പ്രകൃതി ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാകണം. ഒരു നിശ്ചിത കാലപരിധിക്കുള്ളിൽ ചികിത്സ അവസാനിച്ചിരിക്കണം. അങ്ങനെയുള്ളതിനെ ശാസ്ത്രീയം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്താണ് ശാസ്ത്രീയതയുടെ മാനദണ്ഡം? ശാസ്ത്രീയ ചികിത്സയുടെ മാനദണ്ഡം എന്താണ്? ചവിട്ടിയാൽ പൊങ്ങിവൻ്റെ കട്ടിലാണോ? 14 നിലയുള്ള ആശുപത്രിയാണോ? അതോ ഉപകരണങ്ങളുടെ ധാരാളിത്തമാണോ? എന്താണ് ചികിത്സയുടെ ശാസ്ത്രീയത? അതിനൊരു മാനദണ്ഡം വേണ്ടേ? ഉണ്ടായ രോഗത്തെ മാറ്റണം. ബ്ലോക്കാണ്, ആർട്ടിൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്കാണ്. ബ്ലോക്ക് അവർ മാറ്റണില്ല, ബൈപ്പാസ് സർജറിയാണ് ചെയ്യുക. ഉണ്ടായ രോഗത്തെ മാറ്റണില്ല, രോഗകാരണത്തെയും മാറ്റണില്ല. അത് കാരണം എന്താണ്? ഈ ബൈപ്പാസ് ചെയ്തെടുത്ത് ബ്ലോക്ക് വീണ്ടും വരും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് വിളിക്കാൻ പറ്റുക? ആദ്യം വേണ്ടത് ശാസ്ത്രീയതയുടെ ഒരു മാനദണ്ഡം എടുക്കണം. ഒരു ചികിത്സയ്ക്ക് ഒരു മാനദണ്ഡം വേണ്ടേ? എന്താണ് ശാസ്ത്രീയം, ശാസ്ത്രീയം എന്നുള്ളൊരു മാനദണ്ഡം വേണ്ടേ? വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവർ പറയണത് ലാബിൽ പരിശോധിച്ച് ദോഷമില്ലെന്നതിന് രോഗിയെ സംബന്ധിച്ചെടുക്കണം. രോഗിയെ സംബന്ധിച്ചുള്ള ഒരു മാനദണ്ഡം എടുക്കണം. അങ്ങനെ മാനദണ്ഡം എടുത്തിട്ട് അതിനൊരു ചികിത്സാശാസ്ത്രമാക്കി ഡെവലപ്പ് ചെയ്ത് എടുക്കാം. ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് ഒരു ശാസ്ത്രീയ ചികിത്സയാക്കി അത് ചികിത്സയല്ലത് ഒരു ആരോഗ്യ പദ്ധതിയായിട്ട് അതിനെ മാറ്റും.